Hey, drop. മോൺട്രിയലിലെ ലിറ്റിൽ ഇറ്റലിയിലേക്ക് സ്വാഗതം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന യൂറോപ്പിന്റെ ഒരു ഭാഗം പോലെ തോന്നിക്കുന്ന ആകർഷകവും സാംസ്കാരികമായി സമ്പന്നവുമായ ഒരു അയൽപക്കം. നിങ്ങൾ ഒരു ഭക്ഷണപ്രിയനോ ചരിത്രപ്രേമിയോ അല്ലെങ്കിൽ മികച്ച അന്തരീക്ഷത്തിൽ ഊർജ്ജസ്വലമായ തെരുവുകൾ പര്യവേക്ഷണം ചെയ്യുന്നത് ആസ്വദിക്കുന്ന ഒരാളോ ആകട്ടെ, ലിറ്റിൽ ഇറ്റലി എല്ലാവർക്കും പ്രത്യേകമായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു. മരങ്ങൾ നിറഞ്ഞ ബൊളിവാർഡുകളിലൂടെയും വർണ്ണാഭമായ മുൻഭാഗങ്ങളിലൂടെയും നിങ്ങൾ അലഞ്ഞു നടക്കുമ്പോൾ പുതിയ എസ്പ്രസ്സോയുടെ ഊഷ്മളമായ സുഗന്ധം, കുടുംബ ഉടമസ്ഥതയിലുള്ള കഫേകൾക്ക് പുറത്ത് സംസാരിക്കുന്ന തദ്ദേശവാസികളുടെ കാഴ്ച, ഇറുകിയതും സ്വാഗതം ചെയ്യുന്നതുമായ ഒരു സമൂഹത്തിലെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് എന്നിവ നിങ്ങളെ സ്വാഗതം ചെയ്യും. ഈ അയൽപക്കം വെറുമൊരു സ്ഥലത്തേക്കാൾ കൂടുതലാണ്. ഇതൊരു അനുഭവമാണ്. മഡോണ ഡെല്ല ഡിഫൻസിലെ ചരിത്രപ്രസിദ്ധമായ പള്ളി മുതൽ ആധികാരിക ഇറ്റാലിയൻ പാസ്ത, പിസ്സ, പേസ്ട്രികൾ എന്നിവ വിളമ്പുന്ന വായിൽ വെള്ളമൂറുന്ന ഭക്ഷണശാലകൾ, തീർച്ചയായും തൊട്ടടുത്തുള്ള ഊർജ്ജസ്വലമായ ജീൻ ഡാലോൺ മാർക്കറ്റ് വരെ, മോൺട്രിയലിന്റെ സാംസ്കാരിക മൊസൈക്കിലെ ഒരു യഥാർത്ഥ രത്നമാണ് ലിറ്റിൽ ഇറ്റലി. ഇന്നത്തെ വ്ലോഗിൽ ഈ പ്രദേശത്തെ ഇത്രയധികം സവിശേഷമാക്കുന്ന രുചികൾ, കാഴ്ചകൾ, കഥകൾ എന്നിവയിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങുകയാണ്. അതിനാൽ ഒരു ജെലാറ്റോ എടുക്കൂ, കളിക്കൂ, ഒരു നാട്ടുകാരനെ പോലെ മോൺട്രിയലിലെ ലിറ്റിൽ ഇറ്റലി പര്യവേക്ഷണം ചെയ്യാം. ഭക്ഷണത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിൽ ശക്തമായ ഇറ്റാലിയൻ സ്വാധീനമുള്ള ഒരു ചെറിയ പ്രദേശമാണ് മോൺട്രിയലിലെ ലിറ്റിൽ ഇറ്റലി. മോൺട്രിയലിന്റെ ഹൃദയഭാഗത്ത് റോസ്മോണ്ട് ലാ പാറ്റി പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറ്റാലിയൻ കുടിയേറ്റക്കാർ ധാരാളമായി മോൺട്രിയലിൽ എത്തി അവരുടെ ജീവിതശൈലി, ഭക്ഷണം, മതവിശ്വാസങ്ങൾ, കല എന്നിവ അവരോടൊപ്പം കൊണ്ടുവന്ന് ഒരു ലിറ്റിൽ ഇറ്റലി സൃഷ്ടിച്ചു. ഇറ്റാലിയൻ പള്ളികളും കമ്മ്യൂണിറ്റി സെന്ററുകളും ഈ പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ച് മഡോണ ഡെല്ല ഡിഫെസയുടെ പള്ളി ആധുനിക ചുവർച്ചിത്രങ്ങൾക്കും ചരിത്ര പശ്ചാത്തലത്തിനും പേരുകേട്ട ഒരു പ്രധാന ആകർഷണമാണ്. വാർഷിക ഇറ്റാലിയൻ ഫെസ്റ്റ് എന്നത് സംഗീതം, നൃത്തം, ഭക്ഷണം, പരേഡുകൾ എന്നിവയിലൂടെ രാജ്യമെമ്പാടുമുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക ആഘോഷമാണ്. ഇപ്പോൾ എത്തി മോൺട്രിയലിലെ ജീൻ ഡാലോൺ മാർക്കറ്റ് കാനഡയിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മാർക്കറ്റുകളിൽ ഒന്നായി അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് വേനൽക്കാലത്തും ശൈത്യകാലത്തും സജീവവും വൈവിധ്യപൂർണവുമായ ഒരു വിപണിയാണിത്. 1933 തുറന്ന ഈ മാർക്കറ്റ് മോൺട്രിയലിലെ ലിറ്റിൽ ഇറ്റലി അയൽപക്കത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ വൈവിധ്യമാർന്ന സാമൂഹിക വിഭാഗങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റ് ഫാമിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സമൃദ്ധിക്ക് പേരുകേട്ടതാണ്. കൂടാതെ ജീൻ ഡാലോൺ മാർക്കറ്റ് ഒരു സാംസ്കാരിക കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. ഇവിടെ നടക്കുന്ന വിവിധ ചേരുവകളുടെയും ഭക്ഷ്യമേളകളുടെയും പരമ്പര നഗരത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെ ആഘോഷിക്കുന്നു. ഒരു വിപണി എന്നതിലുപരി സമൂഹത്തോടും പ്രകൃതിയോടും അടുത്തു നിൽക്കുന്ന ഒരു ജീവിതരീതിയാണിത്. അതിനാൽ ജീൻ ഡാലോൺ മാർക്കറ്റ് മോൺട്രിയലിന്റെ ശ്വാസകോശം പോലെയാണ്, പ്രാദേശികവും വൈവിധ്യപൂർണവുമായ ഒരു സമ്പന്നമായ ജീവിതശൈലി.
ജീൻ ഡാലോൺ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഒരു ബസ് സ്റ്റേഷനായിരുന്നു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ പബ്ലിക് മാർക്കറ്റുകളിൽ ഒന്നായി മാറുന്നതിനു മുമ്പ് ഒരു കുതിര മാർക്കറ്റായും ഇത് ഉപയോഗിച്ചിരുന്നു. 1933 തുറന്നതും ന്യൂ ഫ്രാൻസിന്റെ ആദ്യ ഇന്റൻഡന്റായ ജീൻ ഡാലോണിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വിരലിലെണ്ണാവുന്ന പ്രാദേശിക വിൽപ്പനക്കാരുമായി ആരംഭിച്ച ഈ മാർക്കറ്റ് പിന്നീട് പുതിയ ഉൽപ്പന്നങ്ങൾ, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, അന്താരാഷ്ട്ര രുചികൾ എന്നിവയുടെ ഒരു വലിയ കേന്ദ്രമായി വളർന്നു. ഇന്ന് ഷോപ്പിംഗ് നടത്താൻ മാത്രമല്ല, യഥാർത്ഥ ക്യൂബെക്കോയ്സിന്റെയും ബഹുസാംസ്കാരിക ജീവിതത്തിന്റെയും കാഴ്ചകൾ, ഗന്ധങ്ങൾ, അഭിരുചികൾ എന്നിവ അനുഭവിക്കാൻ വരുന്ന മോൺട്രിയലുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. ജീൻ ഡാലോൺ മാർക്കറ്റിലെ ദൈനംദിന തിരക്ക് ഒരു ഉത്സവസമാനമായ അനുഭവമാണ്. ഇവിടുത്തെ വിൽപ്പനക്കാർ വൈവിധ്യമാർന്ന പഴങ്ങൾ, പച്ചക്കറികൾ, പച്ചിലകൾ, ജൈവ ഉൽപ്പന്നങ്ങൾ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, മിഡിൽ ഈസ്റ്റേൺ, ഏഷ്യൻ രുചികൾ എന്നിവയുൾപ്പെടെ അന്താരാഷ്ട്ര ഭക്ഷണവിഭവങ്ങൾ എന്നിവ വിൽക്കുന്നു. ചെറുകിട കർഷകരും കുടുംബ ഫാമുകളും അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ സ്റ്റാളുകളിൽ നിന്ന് നേരിട്ട് വിൽക്കുന്നു. ഇത് അവരുടെ ഉപഭോക്താക്കളുമായി വ്യക്തിപരമായ ബന്ധവും വിശ്വാസവും സൃഷ്ടിക്കുന്നു.